ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡിവിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവിജ്ഞാനത്തിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ 11. രണ്ടാം ഊഴം രചിച്ചത് MT വാസുദേവൻ നായർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ശങ്കരാചാര്യ. ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളുണ്ട്? 2, ലോകസഭയും രാജ്യസഭയും. ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ്? റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 12. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര്യ വിചാരണ സ്മാർത്ത വിചാരം. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. രാമരാജ ബഹദൂർ രചിച്ചത് CV രാമൻ പിള്ള. രാമചരിതമാനസം രചിച്ചത് തുളസീദാസ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ്. ഇന്തോനേഷ്യൻ ഡയറി രചിച്ചത് SK പൊറ്റക്കാട്. വിശ്വചരിത്ര അവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു. വിശ്വചരിത്ര അവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. MK മേനോൻ വിലാസിനി. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ. പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിൽ? ഇന്ത്യ ശ്രീലങ്ക. പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിൽ? ഇന്ത്യ ശ്രീലങ്ക. പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തു നിക്കോട്ടിൻ. പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തു നിക്കോട്ടിൻ. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് M. ഗോവിന്ദൻ. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് M. ഗോവിന്ദൻ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം
1977. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന ചന്ദ്ര ഉപരിതലത്തിന്റെ ഭാഗം 59%. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെന്റിലെ ഏത് ബ്ലോക്കിലാണ്? സൗത്ത് ബ്ലോക്ക്. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ്? മധുര. മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പ. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ്? മധുര. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഭക്ഷണ വിഭവം കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. 1984 എന്ന പുസ്തകം രചിച്ചത് ജോർജ് ഓർവെൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് 36.9 സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ 17. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട്. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ്. അന്നാച്ചാണ്ടി ജനിച്ച വർഷം 1905. മറിയാമ്മ നാടകം രചിച്ചത് പോളച്ചിറയ്ക്കൽ കൊച്ചിപ്പൻ തരകൻ. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം അനോഫിലസ്. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം അനോഫിലസ്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോ സ്ട്രാറ്റസ്. മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ. മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ള. മാംഗ്ലൂരിൽ ഗോകർണനാഥേശ്വരം ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ഇതധികം കേട്ടിട്ടില്ലാത്ത ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. മാംഗ്ലൂരിൽ ഗോകർണനാഥേശ്വരം ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ശിശുദിനം നവംബർ 14. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആഗാഖാൻ അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഭോപ്പാൽ വിധാൻ ഭവന്റെ ആർക്കിടെക്ട് ചാൾസ് കൊറിയ. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിൽ? ഇന്ത്യയും ശ്രീലങ്കയും.
ആദംസ് ബ്രിഡ്ജ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലർ. ആദ്യത്തെ ലക്ഷണമൊത്ത മലയാള നോവൽ ഇന്ദുലേഖ. ആദ്യത്തെ ലക്ഷണമൊത്ത മലയാള നോവൽ ഇന്ദുലേഖ. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5. ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്ന പുസ്തകം രചിച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോ. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലം പൊഖ്റാൻ. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്